പാഠം 332 ദൈവത്തിന്റെ ലീലാവിലാസങ്ങൾ. മോഹനേട്ടാ, ഇത് കണ്ടോ ഭാമേ? റോഡ് നന്നാക്കാൻ പണമില്ലാത്തതിനാൽ വഴികളിൽ കുണ്ടും കുഴിയും നിറയുന്നു. എന്തൊരു മണ്ടത്തരമാണ് ഇവർ പറയുന്നത് നോക്കൂ. അതിനകത്ത് എന്താ മണ്ടത്തരം? സർക്കാരിന്റെ കയ്യിൽ 10 പൈസയില്ല. റോഡ് പണി തീർത്ത കോൺട്രാക്ടർമാർക്ക് തന്നെ കൊടുത്തു തീർക്കാൻ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയുണ്ട്. പണി തീർത്തിട്ടും എഗ്രിമെന്റ് പ്രകാരം കാശ് തരുന്നില്ല എന്ന് പറഞ്ഞ് കോൺട്രാക്ടർമാർ സർക്കാരിനെതിരെ കൊടുത്ത 2 കേസ് ഞാൻ തന്നെ വാദിക്കുന്നുണ്ട്. അതിനൊക്കെ സർക്കാർ കോടതി പറഞ്ഞ മറുപടി പണമില്ല പണമില്ല എന്നതാണ്. ഇതിനെയാണ് വിവരമില്ലായ്മ എന്ന് പറയുന്നത്. സർക്കാർ ഖജനാവിൽ കാശില്ലായിരിക്കാം, പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ സർക്കാർ ഉണ്ടാവേണ്ടത് ബുദ്ധിയാണ്. എന്തു ബുദ്ധി? പറഞ്ഞുതരാം. സർക്കാരിന്റെ കയ്യിൽ കാശില്ല, അതുകൊണ്ട് റോഡ് നന്നാക്കുന്നില്ല എന്നാണല്ലോ പറയുന്നത്. റോഡിൽ കുണ്ടും കുഴിയും ഉണ്ടാവുമ്പോ റോഡ് അപകടങ്ങൾ ഉണ്ടാവുന്നു. അതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുന്നു. റോഡ് അപകടങ്ങളിൽ പരിക്കേറ്റവരെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സിക്കുമ്പോ വേറെ ലക്ഷങ്ങൾ സർക്കാർ നഷ്ടപ്പെടുന്നു. അതും പോരാഞ്ഞ് മോശപ്പെട്ട റോഡുകളിലൂടെ വണ്ടി ഓടുമ്പോ വാഹനങ്ങൾക്കുണ്ടാവുന്ന കേടുപാടുകളും ഇന്ധന ചെലവിന്റെ കൂടുതലുകളും കൊണ്ട് വേറെ 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 നഷ്ടങ്ങൾ ഉണ്ടാവും. ശരിയല്ലേ? അപ്പോ സർക്കാർ എന്ത് ചെയ്യണം? ചെറിയ പലിശയ്ക്ക് പണം വായ്പ എടുത്ത് റോഡ് നന്നാക്കണം. റോഡുകൾ നന്നാകുമ്പോ ഞാൻ ഈ പറഞ്ഞ ചിലവുകൾ ഇല്ലാതാകും. അങ്ങനെ ബാക്കി വരുന്ന പണം ഉപയോഗിച്ച് കടം വാങ്ങിയ പണം തിരിച്ചടയ്ക്കാം. മോഹനേട്ടനെ സമ്മതിക്കും മോഹനേട്ടാ. സത്യത്തിൽ മോഹനേട്ടൻ ഡിഗ്രിക്ക് കെമിസ്ട്രി പഠിച്ച സ്ഥാനത്ത് എക്കണോമിക്സ് പഠിച്ചിരുന്നെങ്കിൽ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനായനെ. ഇതൊക്കെ 3 നേരം ഭക്ഷണം കഴിക്കുന്നവർക്ക് മനസ്സിലാവും. ഇതിനായിട്ട് സാമ്പത്തിക ശാസ്ത്രം പഠിക്കണമെന്നില്ല. ശരി, സർക്കാരിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നമ്മുടെ കാര്യത്തിലേക്ക് വരാം. മോഹനേട്ടൻ ഇപ്പൊ പറഞ്ഞ ഈ ശാസ്ത്രം അനുസരിച്ചാണെങ്കിൽ ലാഭം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഇന്ന് കുറച്ച് കാശ് കടം വാങ്ങാം. മനസ്സിലായത്? അതായത് നമ്മുടെ വീട്ടിൽ ഒരു ഗ്രൈൻഡർ ഇല്ലാത്തത് കാരണം ഞാൻ അനുഭവിക്കുന്ന പാട് ചില്ലറയല്ല. ഒരു ഗ്രൈൻഡർ വാങ്ങുന്ന കാര്യം മോഹനേട്ടനോട് പറഞ്ഞപ്പോൾ ഗ്രൈൻഡർ എന്ന വസ്തു തീർത്തും അനാവശ്യമായ ഒരു സാധനമാണെന്ന് മോഹനേട്ടൻ പറഞ്ഞു. പറഞ്ഞതിൽ എനിക്ക് എതിർപ്പില്ല, കാരണം ഗ്രൈൻഡർ കൊണ്ടുള്ള ആവശ്യം എനിക്കാണല്ലോ. ആൽഫ എന്റർപ്രൈസസിൽ 8000 രൂപ വിലയുള്ള ഗ്രൈൻഡറിന് ഡിസ്കൗണ്ട് സെയിൽ പ്രമാണിച്ച് 5000 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വാങ്ങിയ ലാഭമാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ മോഹനേട്ടൻ കാശ് തരത്തില്ല എന്ന് പറഞ്ഞു. മോഹനേട്ടന് കാശ് തന്നാലും ഇല്ലെങ്കിലും ഗ്രൈൻഡർ വാങ്ങുമെന്ന് ഞാനും പറഞ്ഞു. ഇന്നുകൂടിയ ഡിസ്കൗണ്ട് സെയിലുള്ളൂ. ഇന്ന് വൈകുന്നേരത്തിനകം കാശ് കിട്ടി ഗ്രൈൻഡർ വാങ്ങാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച കാശ് കിട്ടിയില്ല. നന്നായി. അങ്ങനെ പറയില്ലേ മോഹനേട്ടാ. കുറച്ചു മുന്നേ മോഹനേട്ടൻ അവതരിപ്പിച്ച സാമ്പത്തിക ശാസ്ത്രം അനുസരിച്ച് ഒരു ലാഭം ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് കടം വാങ്ങാം. മോഹനേട്ടൻ 5000 രൂപ ഇന്ന് എനിക്ക് കടം തന്നാൽ 5000 രൂപയ്ക്ക് ഞാനൊരു ഗ്രൈൻഡർ വാങ്ങും. കാശ് 2 ദിവസം കൊണ്ട് തിരിച്ചു തരാം. ഇന്ന് വാങ്ങില്ല പിന്നെ 8000 രൂപയ്ക്ക് ഗ്രൈൻഡർ കിട്ടുള്ളൂ. ഗ്രൈൻഡർ ഞാൻ വാങ്ങുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇന്ന് 5000 രൂപ തന്നാൽ 3000 രൂപ ലാഭമായിരിക്കും. കുറച്ചു മുന്നേ മോഹനേട്ടൻ തന്നെ അവതരിപ്പിച്ച സാമ്പത്തിക ശാസ്ത്രമാണിത്. കുറെ നേരമായാലോ വില്ലേ ഓഫീസർ നോട്ട് ഇടുന്നു. എണ്ണീട്ട് മതിയാവുന്നില്ലേ? സഹകരണ ബാങ്കിലെ മാനേജർ വിളിച്ചിരുന്നു. കഴിഞ്ഞ മാസവും പൈസ നിട്ടില്ലല്ലോ, ഇത്തവണയും ഇല്ലേ എന്ന് ചോദിച്ചു. ഇത് നാളെ കൊടുത്തു വിടണം. ആ മാനേജറുടെ ചോദ്യം കേട്ടാ ഇതെന്തോ മോഹനോട് കൊടുക്കാനുള്ള കാശാണെന്ന് തോന്നും. അതെങ്ങനെയാ? അവിടെ കാശിടാൻ വേറെ ആരും കാണുകയല്ല. അപ്പൊ പിന്നെ മോഹനേട്ടനല്ലേ വിളിക്കാൻ പറ്റൂ? മോഹനേട്ടനാണെങ്കിൽ പിശുക്കി പിശുക്കി ഉണ്ടാക്കുന്ന കാശ് മുഴുവനും അവിടെ കൊണ്ടുപോയി ഇങ്ങനെ ഇടുകയും ചെയ്യും. മോഹനേട്ടാ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഒരു ഗ്രൈൻഡർ വാങ്ങുന്ന കാര്യം? അതിന്റെ ആവശ്യമില്ലെന്ന് ഞാനും പറഞ്ഞിരുന്നു. എനിക്ക് ആവശ്യമുണ്ട്. അടുക്കളയിൽ ഗ്രൈൻഡർ ഇല്ലാത്ത കാരണം കഷ്ടപ്പെടുന്നത് ഞാനാ. എനിക്കിനി വയ്യ. ഭാമേ, 2 പേരുള്ള ഒരു വീട്ടിൽ
ഒരു ഗ്രൈൻഡറിന്റെ ആവശ്യം എന്താ? ഇത് ഹോട്ടലൊന്നും അല്ലല്ലോ. ഗ്രൈൻഡർ വാങ്ങാൻ ഞാൻ പൈസ തരില്ല. ഞാൻ മോഹനേട്ടനോട് പൈസ ചോദിച്ചില്ല. മോഹനേട്ടാ, പത്മനാഭ സാറിന്റെ കേസ് ഇന്നലെ വിധിയായി. ഞാൻ ജയിച്ചു. ഇന്ന് പത്മനാഭ സാറ് എന്റെ ഫീസായ 5000 രൂപ ഓഫീസിലേക്ക് കൊടുത്തയക്കും. ആ കാശ് കൊണ്ട് ഞാൻ ഇന്ന് ഗ്രൈൻഡർ വാങ്ങും. ഞാൻ സമ്മതിക്കില്ല. എനിക്കെന്തിനാണ് ഈ മോഹനേട്ടന്റെ സമ്മതം? ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്ന കാശ് എന്റെ ഇഷ്ടത്തിന് എനിക്ക് ചെലവാക്കാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ട. ഇത്രയും കാലം ഞാൻ സമ്പാദിക്കുന്ന കാശ് മോഹനേട്ടൻ വാങ്ങി മോഹനേട്ടൻ അക്കൗണ്ടിൽ ഇങ്ങനെ ഇടുകയായിരുന്നു പതിവ്. എനിക്കൊരു ആവശ്യം വരുമ്പോ കാശ് താ മോഹനേട്ട, കാശ് താ മോഹനേട്ട എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കാല് പിടിക്കണം. ഇനി ആ പരിപാടി നടക്കില്ല. ഞാൻ സമ്പാദിക്കുന്ന കാശ് എനിക്ക്. പത്മനാഭ സാർ തരുന്ന കാശ് കൊണ്ട് ഞാൻ ഗ്രൈൻഡർ വാങ്ങി ഞാൻ മോഹനേട്ടന് മുന്നിലൂടെ ഇങ്ങനെ പോവും. മോഹനേട്ടൻ അതും നോക്കി ഇങ്ങനെ വായി പൊളിച്ച് നിൽക്കും. അപ്പോ അവക്ക് കിട്ടുമെന്ന് പറഞ്ഞ കാശ് കിട്ടിയില്ല. ഞാൻ പണം തന്നിട്ട് നീ ഗ്രൈൻഡർ വാങ്ങി തന്നെ. ഭർത്താവിനെ പരിഹസിക്കുന്ന എല്ലാ ഭാര്യമാർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. ഭാമേ, ഇന്നലെ നീ എന്നോട് പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? ഭർത്താവിനോട് ബഹുമാനമുള്ള ഒരു സ്ത്രീയും പറയാത്തത്ര അഹങ്കാരമാണ് നീ പറഞ്ഞത്. പത്മനാഭൻ തരുന്ന പണം കൊണ്ട് ഗ്രൈൻഡർ വാങ്ങി നീ എന്റെ മുന്നിലൂടെ ഇങ്ങനെ പോകുമെന്ന്. ഇപ്പോഴെന്തായി? പത്മനാഭൻ പൈസ തന്നില്ല. സത്യത്തിൽ ഞാനിപ്പോ ചെയ്യേണ്ടത് നിന്റെ മുമ്പിൽ നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുക എന്നുള്ളതാണ്. ഇങ്ങനെ. പക്ഷേ ഞാൻ ഒരു വില്ലേജ് ഓഫീസർ ആയതുകൊണ്ട് അത് പറ്റില്ല. എനിക്ക് എന്റെ അന്തസ്സ് നോക്കണ്ടേ? ഇതിനിപ്പോ അങ്ങനെ ആഹ്ലാദ നൃത്തം ചവിട്ടേണ്ട കാര്യമൊന്നുമില്ല. പത്മനാഭ സാറ് ഇന്നലെ രാവിലെ പൈസ ഓഫീസിൽ എത്തിക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. വരാത്തോണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചു നോക്കി. അപ്പൊ സാറിന്റെ ഫോൺ ഓഫായിരിക്കും. ഈ പത്മനാഭന് വേണ്ടി നീ വാദിച്ച കേസ് എന്താണ്? പത്മനാഭ സാറിന്റെ ഭൂമി സർക്കാർ ഏറ്റെടുത്ത വകയിൽ കൊടുത്ത നഷ്ടപരിഹാരം പോരാ എന്ന് പറഞ്ഞായിരുന്നു കേസ്. സാറിന് 3 ലക്ഷം രൂപ വേണ്ടി നഷ്ടപരിഹാരം കൊടുക്കാൻ കോടതി വിധിച്ചു. അപ്പോ അതാണ് കാര്യം. സർക്കാർ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കും. അതിന് ബന്ധപ്പെട്ട തഹസിൽദാരും വില്ലേജ് ഓഫീസറും ഒക്കെ ചേർന്ന് ന്യായമായ നഷ്ടപരിഹാരം നിശ്ചയിച്ച് അത് കൊടുക്കും. അപ്പൊ അത് പോരാ എന്നും പറഞ്ഞ് പത്മനാഭനെ പോലുള്ള ആർത്തിക്കാര് കേസിന് പോകുന്നു. നിങ്ങൾ അവരുടെ കേസ് വാദിച്ച് ജയിപ്പിക്കുന്നു. ഒടുവിൽ എന്തുണ്ടായി? വക്കീലിനെ പറ്റിച്ച് കക്ഷി മുങ്ങുന്നു. ഭാമേ, ദൈവമുണ്ട് ദൈവമുണ്ട് എന്ന് പറയുന്നത് സത്യമാണ് എന്ന് നിനക്ക് മനസ്സിലായല്ലോ. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. മോഹനേട്ടൻ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തരാനുള്ള 5000 രൂപ കൊണ്ട് പത്മനാഭ സാർ നാട് വിട്ടെന്ന് തോന്നൂല്ലോ. സാറിന് വേറെ എന്തെങ്കിലും തിരക്കുണ്ടായി കാണും. അത് കഴിയുമ്പോ സാർ എനിക്ക് പൈസ കൊണ്ടു തരും. ഒരിക്കലുമില്ല. ആ പൈസ തരാൻ കഴിയാത്തത് കൊണ്ടാണ് അയാൾ ഇന്നലെ നിന്നെ കാണാൻ വരാതിരുന്നത്. നീ വിളിക്കൂന്ന് കരുതി ഫോൺ ഓഫ് ചെയ്തു. ഭാമേ, ആ 5000 രൂപ നിനക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ആ കാശ് കൊടുത്ത് നീ ഗ്രൈൻഡറും വാങ്ങാൻ പോകുന്നില്ല. ഇതാണ് ഞാൻ പറയുന്നത്. മോഹനേട്ടന് വാശി ജയിക്കൽ മാത്രമാണ് പ്രശ്നമെന്ന്. ഇന്ന് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഗ്രൈൻഡർ നാളെയോ മറ്റന്നാളോ വാങ്ങും. അപ്പോൾ 5000ന്റെ സ്ഥാനത്ത് 8000 രൂപ കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം. അങ്ങനെ നഷ്ടം വരുന്ന 3000 രൂപ നമ്മുടെ രണ്ടുപേരുടെ നഷ്ടമാണെന്നുള്ള സത്യമാണ് മോഹനേട്ടന് മനസ്സിലാവാതിരിക്കുന്നത്. മോഹനേട്ടന്റെ വാശി ജയിക്കാനായി മോഹനേട്ടന് 3000 രൂപ കളയുകയാണ്. ഇങ്ങനെ 10 വാശി കാണിച്ചിട്ടുണ്ടെങ്കിൽ 1 മാസത്തെ ശമ്പളം അങ്ങ് പോകും. ഇവിടെ ആരും ഇല്ലേ? പോയി നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. നമസ്കാരം സർ. രാമൻകുട്ടി എന്താ പതിവില്ലാതെ? ഞാൻ വക്കീലിനെ ഒന്ന് കാണാൻ വന്നാണ് സാറേ. എന്താണ് കേസ്? തമ്മിത്തല്ലോ ചീത്ത വിളിയോ? അതൊന്നും അല്ല സാർ. അല്ല, സാധാരണ നിങ്ങളെപ്പോലുള്ളവർ വക്കീലിനെ കാണാൻ വരുന്നത് ഇത്തരം കാര്യങ്ങൾക്കായിരിക്കുമല്ലോ. എവിടെയെങ്കിലും ഒരു കുറ്റകൃത്യം നടക്കുന്നു, പ്രതികൾ വക്കീലിനെ കാണാൻ ഓടിയെത്തുന്നു, വക്കീൽ ഭയങ്കര സന്തോഷത്തോടെ ആ കേസ് ഏറ്റുവാങ്ങുന്നു, വാദിക്കുന്നു, ജയിക്കുകയോ തോക്കുകയോ ഒക്കെ ചെയ്യും. പിന്നെ കക്ഷി വക്കീലിന് ഫീസ് കൊടുക്കാതെ മുങ്ങുന്നു. കയ്യിൽ 10 പൈസ ഇല്ലാതെ വക്കീൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ കൈ നീട്ടുന്നു. അതാണല്ലോ അതിന്റെ ഒരു രീതി. എന്താ രാമകുട്ടി? ഞാൻ പത്മനാഭ സാർ പറഞ്ഞിട്ട് വന്നാണ് വക്കീലെ.
സാർ ഇന്നലെ രാവിലെ കോയമ്പത്തൂരിൽ എത്തേണ്ടതായിരുന്നു. എന്തോ അത്യാവശ്യം ഉള്ളതുകൊണ്ടാ താമസിക്കുന്നത്. ഇനി വരാൻ 4-5 ദിവസം കൂടി എടുക്കുമെന്ന് വക്കീലിനോട് പറയാൻ പറഞ്ഞു. എനിക്കറിയാമായിരുന്നു ഇത് ഇങ്ങനെ വരുമെന്ന്. ഇതടവാണ് ഭാമേ. കൊടുക്കാനുള്ള കാശ് കൊടുക്കാതിരിക്കാൻ കോയമ്പത്തൂർ പോയിരിക്കുന്നു പറയുക. ഇങ്ങനെ ഒരുപാട് ദിവസം കോയമ്പത്തൂർ പോയിരിക്കേണ്ട കാര്യം എന്താണ് പത്മനാഭന്? അയാൾ എവിടെയും പോയിട്ടില്ല, വീട്ടിൽ തന്നെ കാണും. നീ കാശ് ചോദിച്ച് അങ്ങോട്ട് ചെല്ലാതിരിക്കാനാണ് രാമൻകുട്ടിയെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. സാർ സത്യമായിട്ട് കോയമ്പത്തൂരാണ് സാറേ. വക്കീൽ ഇന്നലെ തരാമെന്ന് പറഞ്ഞ കാശ് എന്റെ കയ്യിലുണ്ട്. സാറ് വീട്ടിൽ വിളിച്ചിരുന്നു. കുറച്ചു മുമ്പ് എന്നെ വിളിച്ചിട്ട് വീട്ടിൽ പോയി കാശ് വാങ്ങി വക്കീൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ദാ. ഞാൻ ഇറങ്ങിക്കോട്ടെ വക്കീലേ. രാമൻകുട്ടി ഇതാ ഇത് അയ്യോ, വെച്ചോളൂ. ഇതൊക്കെ ഇവിടെ വരെ എന്തായാലും വന്നതല്ലേ. വേണ്ട വക്കീലേ, എനിക്കുള്ള പൈസ സാർ തരുന്നുണ്ട്. അതുകൊണ്ടല്ല രാമൻകുട്ടി, ഇത് 5000 രൂപയെ കാണുകയുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ എനിക്കിതിന് 5 ലക്ഷം രൂപയുടെ വിലയുണ്ട്. അതുകൊണ്ട് രാമൻകുട്ടി ഇത് വെച്ചോ. വേണ്ട വക്കീലേ, ഞാനങ്ങനെ കാശ് വാങ്ങി നിറഞ്ഞ പത്മനാഭ സാറിന് ഇഷ്ടപ്പെടത്തില്ല. എന്റെ ജോലിയല്ലേ ഇത്. ആ ശരി, പത്മനാഭ സാറെ ഞാൻ വിളിച്ചോളാന്ന് പറഞ്ഞോളൂ. പിന്നെ രാമൻകുട്ടി, ഒരു മിനിറ്റ്. ഈ ദൈവമുണ്ട് എന്ന് പറയുന്നത് ചുമ്മാതല്ലേ? സത്യത്തിൽ ദൈവമുണ്ട്. ദൈവം ഉണ്ടായിരിക്കും, അല്ലാതെ എവിടെ പോവാന്. ഞാൻ വരട്ടെ. സത്യത്തിൽ ഞാൻ ഇപ്പോ ഇവിടെ നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടേണ്ടതാണ്. വില്ലേജ് ഓഫീസർ അല്ലാത്തത് കൊണ്ട് എനിക്ക് അന്തസ് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഡാൻസ് കളിച്ച് തുടങ്ങട്ടെ. മോഹനകൃഷ്ണ സാറേ കാശ് കിട്ടി സാറേ, ഇത് കണ്ടോ, ഇത് സാറേ മോഹനകൃഷ്ണ സാറേ, ഇത് കണ്ടോ, ഇത് പോയാ. അങ്ങനെ അങ്ങ് പോയാലും വില്ലേജ് ഓഫീസറെ ഞാൻ വെറുതെ വിടുവോ? വില്ലേജ് ഓഫീസർ അങ്ങനെയൊന്നും പോകുന്നത് ശരിയായില്ല. എന്തൊക്കെയാണ് പത്മനാഭ സാറിനെ സാറ് പറഞ്ഞത്? എനിക്ക് തരാനുള്ള 5000 രൂപ തരാൻ മടിച്ചിട്ട് അദ്ദേഹം നേപ്പാളിലേക്ക് ഒളിച്ചോടിപ്പോയി. ഇനി ഒരിക്കലും എനിക്ക് ആ പൈസ കിട്ടില്ല. ഭർത്താവിനോട് ബഹുമാനമില്ലാത്തത് കൊണ്ട് ദൈവം തന്ന ശിക്ഷയാണ്. എന്നിട്ട് ഇപ്പോഴെന്തായി? സഹകരണ ബാങ്കിൽ കൊണ്ടുപോയിടാൻ മോഹനേട്ടൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ കാശിൽ നിന്ന് ഒരു നയാ പൈസ പോലും എടുക്കാതെ ഈ സത്യഭാമ ഗ്രൈൻഡർ വാങ്ങാൻ പോന്നു. ഇന്ന് ആ ഗ്രൈൻഡർ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ഞാൻ അതിലൊരു സ്റ്റിക്കർ എഴുതി അങ്ങനെ ഒട്ടിക്കും. മോഹനേട്ടൻ തോറ്റുപോയ വാശിയുടെ ഓർമ്മയ്ക്ക് എന്ന്. ഗ്രൈൻഡർ വാങ്ങാൻ പൈസ തരാൻ മടിച്ചിരുന്നല്ലേ പൈസ തരായിരുന്നത്? ഗ്രൈൻഡർ നമുക്ക് ആവശ്യമില്ലായിരുന്നുണ്ട്. ഗ്രൈൻഡർ മോഹനേട്ടന് ആവശ്യമില്ല, പക്ഷേ എനിക്ക് ആവശ്യമുണ്ട്. ആ ഗ്രൈൻഡറിൽ അരി അരച്ച് ഞാൻ ഉണ്ടാക്കുന്ന ഇഡ്ഡലി ദോശയൊക്കെ മോഹനേട്ടന് ആവശ്യമുണ്ട്. പക്ഷേ ഗ്രൈൻഡർ പകരം ഞാനുണ്ടല്ലോ. അപ്പോ ആ കാശങ്ങ് ലാഭിക്കാന്ന് വിചാരിച്ചു. അത്രയുള്ള കാര്യം. എന്റെ ഈശ്വരാ! 1 2 3 4 5 6 7 8 9 10 5000 രൂപ. അങ്ങനെ സത്യഭാമ നല്ല ഒന്നാം തരം ഒരു ഗ്രൈൻഡർ വാങ്ങാൻ പോകുന്നു. സാറേ, നമസ്കാരമുണ്ട് സാർ. നമസ്കാരം. ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വന്നതാണ്. എനിക്ക് സാറിന്റെ ഒരു സഹായം വേണം. കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ആണോ പോക്കുവരവാണോ? അത് രണ്ടും വേണം, പക്ഷെ അതിന് ധൃതിയില്ല. ഇപ്പൊ വേറൊരു സഹായമാണ് വേണ്ടത്. അധികം വളച്ചു കെട്ടാത്ത കാര്യങ്ങൾ പറയുന്നതിനോടാണ് വില്ലേജ് ഓഫീസർ കെ മോഹനേഷിന്റെ താല്പര്യം. സാറേ, എന്റെ വീടിന്റെ തൊട്ട് മുൻവശത്തുള്ള ആ ഭൂമിയുടെ കാര്യം സാറിന് അറിയാലോ. ആ കേശവപിള്ളയുടെ 4 സെന്റ്. അതിന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കുറച്ചു ദിവസം മുമ്പ് കേശവപിള്ള അത് വാങ്ങിക്കൊണ്ട് പോയതാണല്ലോ. ഏതോ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനെന്ന് പറഞ്ഞിട്ട്. അതെ സാറേ, കേശവപിള്ള ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പലചരക്ക് കട തുടങ്ങി. അത് പൊട്ടി ബാധ്യതയായി. ഇപ്പൊ ആ സ്ഥലം വിറ്റ് എങ്ങനെയെങ്കിലും കടം തീർത്ത് സ്വസ്ഥമായിട്ടിരിക്കാനാണ് കേശവപിള്ളയുടെ പരിപാടി. അതുകൊണ്ട് ഞാൻ വാങ്ങണമെന്നാണോ പറയുന്നത്? അതല്ല സാറേ, എന്റെ വീടിന്റെ തൊട്ടുമുമ്പിൽ കിടക്കുന്ന ഭൂമിയാണല്ലോ അത്. അത് വാങ്ങിയാൽ കൊള്ളാമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്.
വേറെ ആരെങ്കിലും വന്ന് അത് വാങ്ങി അവിടെ വലിയൊരു വീട് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഭൂമിക്ക് വിലയില്ലാതാവും. ഉത്തമൻ ആ ഭൂമി വാങ്ങിക്കോളൂ. ഉത്തമൻ പോയി കേശവൻ പോലുള്ള ആ ഭൂമി വാങ്ങി അസലാധാരവും അതിന്റെ പകർപ്പും പോക്കുവരവ് ചെയ്യാനുള്ള അപേക്ഷയും കൊണ്ട് വില്ലേജ് ഓഫീസിലേക്ക് വന്നാൽ പോക്കുവരവ് ചെയ്യുന്ന കാര്യം മോഹനകൃഷ്ണൻ ഏറ്റു. സാറേ, ഞാൻ മന്നാര്യം പറഞ്ഞില്ല. അത് ശരി, വെറുതെ സമയം കളഞ്ഞല്ലോ. അല്ല സാർ, ശ്ശേ, മോഹനേട്ടാ. ഞാനും കേശവപിള്ളയും തമ്മിൽ വസ്തുവിന്റെ വിലയിൽ ഒരു ധാരണയായിട്ടുണ്ട്. എന്റെ കയ്യിൽ ഇപ്പൊ കാശില്ലാത്തത് കൊണ്ട് ആധാരം ചെയ്യാൻ 3 മാസം സമയം തരാൻ കേശവപിള്ള തയ്യാറുമാണ്. പക്ഷെ ഈ ബാങ്കുകാരുടെ നടപടി ഒഴിവാക്കാൻ ഒരു 25,000 രൂപ ഇപ്പൊ തന്നെ കെട്ടിവെക്കണം. ആ കാശ് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് അഡ്വാൻസ് ആയി കൊടുത്താലേ കേശവപിള്ള എനിക്ക് ഭൂമി തരൂ. എന്റെ കയ്യിലുള്ളതെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടി നോക്കിയപ്പോൾ ഒരു 15,000 രൂപയേ ഉള്ളൂ. ഒരു 10,000 രൂപ കിട്ടിയാൽ കേശവപിള്ളയ്ക്ക് കൊടുക്കാനുള്ള അഡ്വാൻസ് എനിക്ക് കൊടുക്കായിരുന്നു. സാറൊന്ന് മനസ്സ് വെച്ചാ ഞാൻ മനസ്സ് വെച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അങ്ങനെ ഉത്തമൻ തരാൻ പറ്റിയ 10,000 രൂപ ഇവിടെ ഇല്ല. സാറേ, ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു തരാം സാറേ. ഉത്തമൻ ഇപ്പൊ എന്ത് പറഞ്ഞാലും എന്റെ കയ്യിൽ ഉത്തമൻ തരാനുള്ള 10,000 രൂപ ഇല്ല. കച്ചവടം നടക്കണമെന്നുണ്ടെങ്കിൽ ഉത്തമൻ വേറെന്തെങ്കിലും വഴി നോക്കണം. സാറേ, അങ്ങനെ പെട്ടെന്ന് 10,000 രൂപ ഉണ്ടാക്കാൻ ഞാൻ വിചാരിച്ച നടക്കൂല സാറേ. ഒരു കൃത്യമായ ജോലിയും വരുമാനവും ഒന്നും ഇല്ലാത്ത എനിക്ക് ഇത്രയും വലിയൊരു തുക ആര് കടം തരാൻ സാറേ? അത് കൊള്ളാം. അപ്പോ ആരും കടം തരാനെടുത്ത ഉത്തമന് മോഹൻ തരണം. അത് എവിടുത്തെ ന്യായം? ഉത്തമ, കയ്യിൽ പണമില്ലാതിരിക്കെ ഭൂമി വാങ്ങാൻ ശ്രമിച്ചത് ഉത്തമന്റെ തെറ്റ്. ഞാനങ്ങനെ ആഗ്രഹിക്കാറില്ല. എനിക്ക് ഒരു ആഗ്രഹം തോന്നുമ്പോ അതെന്നെ കൊണ്ടാകുന്നതാണോ അല്ലയോ എന്ന് ഞാൻ ആലോചിക്കും. സാറേ, എന്റെ വീടിരിക്കുന്ന 3 സെന്റില്ല. അതൊന്ന് വലുതാക്കി പണിയണോന്ന് ആലോചിച്ചപ്പോ ഭൂമിയില്ല. ഇപ്പൊ ഭാഗ്യത്തിന് വീടിന്റെ തൊട്ട് മുമ്പിലുള്ള ഭൂമി എന്നെ കിട്ടിയപ്പോ കയ്യിൽ കാശുണ്ടാവുന്നവരെ കാത്തിരുന്ന അത് കൈവിട്ടു പോകും സാറേ. പിന്നെ ഈ ജന്മത്തെ എനിക്ക് ഒരു തുണ്ട് ഭൂമി വാങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നല്ല സാറേ. ഉത്തമ, അത് 5,000 രൂപ ഇതേ എന്റെ കയ്യിലുള്ളൂ. ഇത് ഉത്തമം വെച്ചോ. ബാക്കി 5,000-ന് വേറെന്തെങ്കിലും ഒരു വഴി കാണണം. ഇതിൽ കൂടുതൽ 10 പൈസ പോലെ എന്റെ ഇല്ലാത്തത് കൊണ്ടാ. വാങ്ങിച്ചോ, ഞാനല്ലേ തരുന്നത്. ഇനിയിപ്പോ 5,000 രൂപയുടെ കുറവുകൂടാ. അതിനെന്താ വഴി? മൂത്ത പെങ്ങളുടെ കയ്യിലൊരു വളയുണ്ട്. അത് പണയം വെച്ചാ തൽക്കാലം കാര്യം നടക്കും. ആ, വിദ്യാലക്ഷ്മി, ഞാനാ. പത്മനാഭ സാറ് പൈസ കൊടുത്തു വിട്ടു. പുള്ളിക്കാരെ സ്ഥലത്തില്ലാന്ന്. കോയമ്പത്തൂരാണെന്നാ പറഞ്ഞേ. അതെ അതെ. ഇല്ല, ഗ്രൈൻഡർ തൽക്കാലം വാങ്ങണ്ടാന്ന് തീരുമാനിച്ചു. അതൊന്നും സാറില്ല. ഗ്രൈൻഡർ ഇല്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കും. ഞാനും മോഹനേട്ടൻ മാത്രല്ലേ ഇവിടെ ഉള്ളൂ. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ആ, ശരി. നീ എന്താ ഗ്രൈൻഡർ വാങ്ങണ്ടാൻ തീരുമാനിച്ചത്? പൈസ ഇല്ലാത്തോണ്ട്. ഗ്രൈൻഡർ അത്ര അത്യാവശ്യമുള്ള സാധനമായിരുന്നെങ്കിൽ പെണ്ണ് നീ എന്തിനാ ഉത്തമനാ കാശ് കൊടുത്തത്? ആലോചിച്ചപ്പോ ഉത്തമന്റെ ആവശ്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം തോന്നി. മോഹനേട്ടാ, നമ്മളിവിടെ 2 പേരേ ഉള്ളൂ. എന്നിട്ടും നമുക്ക് അത്യാവശ്യം വലിയ വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്. ഉത്തമനോ 4 പേരുണ്ട് ആ വീട്ടില്. ആകെയുള്ളത് ചെറിയ 2 മുറിയും ഒരു അടുക്കളയാ. അങ്ങനെയുള്ളവർക്ക് ഒരു വീട് വെക്കണമെന്ന് തോന്നുന്ന അത്യാഗ്രഹമാണോ? നമ്മുടെ നാട്ടിലെ ഭൂമി വില വെച്ച് ഉത്തമനെ പോലെ ഒരാൾക്ക് ഭൂമി വാങ്ങി വീട് വെക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഇങ്ങനൊരു അവസരം ഒത്തുവരുമ്പോ ഉത്തമന്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിലും 2 കൽപ്പിച്ചങ്ങ് ഇറങ്ങും. കയ്യിലെത്ര കാശിടൊന്നും അപ്പൊ ആലോചിക്കില്ല. എനിക്ക് ഗ്രൈൻഡർ ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഉത്തമന്റെ ആവശ്യം അതിലും പ്രധാനപ്പെട്ടതല്ലേ. ഇനിയിപ്പോ ഉത്തമൻ ആ പൈസ തിരിച്ചു തന്നില്ലെങ്കിലും ഞാൻ അതങ്ങ് പോട്ടെ നോക്കും. പക്ഷേ ഗ്രൈൻഡർ വാങ്ങണമെന്നുള്ളത് നിന്റെ വലിയ ആഗ്രഹമായിരുന്നില്ലേ? അതിനെന്താ, ഗ്രൈൻഡർ ഇനി വാങ്ങാലോ. അടുത്ത കേസ് വരും, ഫീസ് വാങ്ങും, ഞാൻ ഗ്രൈൻഡർ വാങ്ങും. പക്ഷേ അപ്പൊ 8,000 രൂപ കൊടുക്കേണ്ടി വരില്ലേ? അത് സാരല്ലേ മോഹനേട്ടാ, ആ 3,000 രൂപ അങ്ങ് പോട്ടെ വിചാരിക്കും. പക്ഷേ ഞാൻ കരുതില്ല. അതുകൊണ്ട് ഉത്തമന് നീ കൊടുത്ത കാശ് തിരിച്ചു വാങ്ങിച്ചോളൂ. ഉത്തമനോട് നിപ്പുണ്ട്, പോകരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൊടുത്ത കാശ് തിരിച്ചു ചോദിക്കാനോ? എന്തായി പറയണേ?
ഞാനും നീയും അധ്വാനിച്ചുണ്ടാക്കുന്ന കാശാണ്. ഇന്ന് ഗ്രൈൻഡർ വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന നഷ്ടം 3000 രൂപ. അത്രയും കാശ് വെറുതെ കളയാൻ പറ്റില്ല. അതുകൊണ്ട് ഉത്തമന് കൊടുത്ത കാശ് തിരിച്ചു വാങ്ങി അതുകൊണ്ട് ഗ്രൈൻഡർ വാങ്ങിച്ചോ. മോഹനേട്ടൻ എന്താ ഈ പറയണേ? ഉത്തമൻ എന്താ കരുതുക? ഉത്തമൻ എന്ത് കരുതാൻ? ഉത്തമൻ ആവശ്യമുള്ള 10000 രൂപ ഞാൻ കൊടുക്കാൻ പോവല്ലേ? അങ്ങോട്ട് പറയുക. ദാ, 10000 രൂപ. അപ്പൊ സഹകരണ ബാങ്കിലെ കാര്യോ? ഞാനത് അവർക്ക് കൊടുക്കാനുള്ള കാശൊന്നുമല്ലല്ലോ. എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ കാശ് ബാങ്കിലിടും, ഇല്ലെങ്കിൽ ഇല്ല. എന്താ പഠിക്കേ? അല്ല, ഇതെന്താ പെട്ടെന്നൊരു മനമാറ്റം? ഓ, 3000 രൂപ പോകുന്നോർത്തപ്പോ സഹിച്ചില്ല അല്ലേ? അതുകൊണ്ടല്ല. നീ ഒരു കാര്യത്തിന് വെച്ചിരുന്ന പൈസ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നപ്പോ വെറുതെ എടുത്ത് കൊടുത്തില്ലേ? നീ അത്രയും ചെയ്ത സ്ഥിതിക്ക് എന്നെ കൊണ്ട് പറ്റുന്നത് ഞാനും ചെയ്യണ്ടേ? ഇത്തിരി പിശുക്കനാണെങ്കിലും എന്റെ വില്ലേജ് ഓഫീസർ സ്നേഹമുള്ളവനാ. പിന്നെ ഈ 10000 രൂപ അടുത്ത തിങ്കളാഴ്ച തിരിച്ചറിയാൻ ഉത്തമം പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞ ദിവസം പൈസ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഉത്തമനെതിരെ കേസ് കൊടുക്കാം. ഞാൻ വായിച്ചോളാം. നീ കേസ് വായിച്ച എന്ത് ജയിക്കില്ലേ? പിന്നെ പക്ഷെ നിനക്ക് ഭയങ്കര ഫീസ് തരേണ്ടി വരില്ലേ? അത്രയും കാശൊന്നും എന്റെ ഇല്ലേ? കേസ് മോഹനേട്ടൻ്റെതാകുമ്പോ ഫീസ് കാശായിട്ട് വേണമെന്നില്ല. പിന്നെ അത് മതിയോ? എന്നാ ഏറ്റു.